ഇത് 10 മാർക്ക് ക്വസ്റ്റൻ ആണ്. 150 വേർഡ്സ്. സോ ഇതാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതിയിട്ട് നിങ്ങൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. So the question is about how does the disruption of the Atlantic meridional overturning circulation impact global weather patterns and what are its specific implications for the Indian summer monsoon. So mainly നമ്മൾ ഇതിനകത്ത് 3 കണ്ടന്റ് എഴുതേണ്ടതുണ്ട്. എന്താണ് അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. 2, how is it impacting the global weather patterns. 2, global weather patterns. And 3, what are its specific implications for the Indian summer monsoon. 3. സോ ബേസിക്കലി ഇൻട്രോ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അമോക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഫിഗർ, ഡയഗ്രാം. അതിനുശേഷം ഫസ്റ്റ് സബ് ഹെഡിങ്ങിൽ വരാൻ പോകുന്നത് ഗ്ലോബൽ വെതർ പാറ്റേൺസിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡ് സബ് ഹെഡിങ്ങിൽ വരാൻ പോകുന്നത് ഇന്ത്യൻ സമ്മർ മൺസൂണിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ. സോ എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. സോ ചോദ്യം ഈ 3 പാർട്ടിൽ ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു ദി അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർടേണിംഗ് സർക്കുലേഷൻ ഇസ് എ മാസീവ് സിസ്റ്റം ഓഫ് ഓഷ്യൻ കറന്റ്സ് ദാറ്റ് ആക്ട് ആസ് എർത്ത് കൺവെയർ ബെൽറ്റ്. കീവേഡ്സ് ആണ്. ഇറ്റ് ട്രാൻസ്പോർട്സ് വാം സോൾട്ടി സർഫസ് വാട്ടർ ഫ്രം ദി ട്രോപ്പിക്സ് ടു ദി നോർത്ത് അറ്റ്ലാന്റിക് ആൻഡ് റിട്ടേണിംഗ് കോൾഡ് ഡീപ് വാട്ടർ സൗത്ത്വേർഡ്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ എന്താണെന്നുള്ളത്. ഞാൻ ഒരു ഫിഗർ വരച്ചു. ഫിഗർ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഈ സർക്കുലേഷൻ എന്നുള്ളത് മാപ്പ് ചെയ്തു. മേ ബി യു ക്യാൻ യൂസ് ഡിഫറെന്റ് കളർ പെൻസ്. ഒരു ബ്ലൂവും ബ്ലാക്ക് പെൻസും നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. സോ ഇതെന്താ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? കൺസെപ്റ്റ് ഇസ് വെരി സിമ്പിൾ. ഡെൻസിറ്റി കൂടുതലായിരിക്കും കോൾഡ് വാട്ടറിന്, ഡെൻസിറ്റി കുറവാണ് ഹോട്ട് വാട്ടറിന്, വാം വാട്ടറിന്. ഇനി ഇത് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ചൂടുവെള്ളത്തിനെ മുകളിലേക്ക് കൊണ്ടുപോവുകയും മുകളിലെത്തുന്ന ചൂടുവെള്ളം ആർട്ടിക് റീജിയനിലുള്ള കോൾഡ് വാട്ടേഴ്സിനെ വാം ആക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയി പോകും. സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു മെക്കാനിസം ഉള്ളത് നമുക്ക്. സിമിലർലി നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇന്റർമിക്സിംഗ് ഓഫ് വാട്ടേഴ്സ്, ഡിഫറെന്റ് ടെമ്പറേച്ചറുള്ള വെള്ളം മിക്സ് ചെയ്യുകയും അവിടെ ഒരു തെർമോഹാലൈൻ സർക്കുലേഷൻ നടക്കുകയും പിന്നെ അത് ഫിഷിംഗ് ഷോൾസ് ആയിട്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഒത്തിരി മത്സ്യസമ്പത്ത് തരുന്ന ഫിഷിംഗ് ഷോൾസ് ആയിട്ട് വരികയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഈ പോക്കറ്റിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ മെക്സിക്കോ അതുപോലെ ലാബ്രഡോർ റീജിയൻസിലൊക്കെ ഉണ്ട് ഈ കോൾഡ് കറണ്ടും വാം കറണ്ടും മിക്സ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അത് മറ്റൊരു വശമാണ്. അമോക്ക് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അത് മാത്രമല്ല. പിന്നെ എങ്ങനെയാണ് ഗ്ലോബൽ വെതറിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി എന്തെങ്കിലും രീതിയിൽ ഈ കോൾഡ് കറണ്ടിനോ അല്ലെങ്കിൽ വാം കറണ്ടിനോ ഡിസ്റപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, യൂഷ്വലി വാം ആക്കുന്ന വാം കറണ്ട് കോൾഡ് റീജിയനിൽ എത്താതിരിക്കുകയും അത് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സിലേക്ക് നോർത്ത് പോളിനെ കൊണ്ടുപോവുകയും ചെയ്യും. സിമിലർലി സൗത്ത് പോളിലെ റെയിൻഫോളും ടെമ്പറേച്ചറും അഗ്രികൾച്ചറും ഒക്കെ അഫക്റ്റഡ് ആവും. സോ അതാണ് കൂൾസ് ദി നോർത്ത് അറ്റ്ലാന്റിക് ആൻഡ് പാർട്സ് ഓഫ് യൂറോപ്പ് ബൈ റെഡ്യൂസിംഗ് പോൾവേർഡ് ഹീറ്റ് ട്രാൻസ്പോർട്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ഓൾട്ടേഴ്സ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഇൻക്ലൂഡിംഗ് ജെറ്റ് സ്ട്രീംസ്. ഓൾട്ടേഴ്സ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. തേർഡ് പോയിന്റ്, shifts intertropical convergence zone southward, changing global rainfall. It accelerates regional sea level rise by along the Atlantic coast. Increases the frequency of climate extremes. സ്വാഭാവികമാണ്. ഇനി what is specific to Indian monsoon? Indian monsoonലേക്ക് വരുമ്പോഴേക്കും it weakens monsoon circulation by reducing land sea thermal contrast. ലാൻഡ് ടെമ്പറേച്ചറും സീ ടെമ്പറേച്ചറും തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ആ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ആവുള്ളൂ. പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ആവുമ്പോഴാണ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് ട്രാവൽ ചെയ്യത്തുള്ളൂ. സിമിലർലി സെക്കൻഡ് പോയിന്റ്, ഷിഫ്റ്റ്സ് ഇൻ ദി ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ വിച്ച് ക്യാൻ ലോവർ ദി റെയിൻഫോൾ. നമുക്ക് കിട്ടുന്ന കേരളത്തിൽ അടക്കം കിട്ടുന്ന റെയിൻഫോളിന്റെ അവൈലബിലിറ്റി, മൺസൂൺ റെയിൻഫോളിന്റെ അവൈലബിലിറ്റി കുറയും. Threatens agriculture, water security, etc. Due to this shift, due to the lowering rainfall, this gets affected. Increased risk of extreme rainfall events. ഇതെന്താണ്? കോൺട്രാക്ട് ചെയ്യുന്നല്ല. സാധാരണഗതിയിൽ ലോവറിംഗ് റെയിൻഫോൾ സംഭവിക്കും, പക്ഷേ റിസ്ക് ഓഫ് എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സും ഉണ്ടാകും ഡെസ്പൈറ്റ് ആൻ ഓവറോൾ ഡിക്ലൈൻ ഇൻ സീസണൽ റെയിൻസ്. അതായത് സീസണിലെ കുറയുമെങ്കിലും മൺസൂൺ സീസണിൽ കുറയുമെങ്കിലും ടോട്ടൽ റെയിൻഫോളിന്റെ അളവ് കൂടാനാണ് സാധ്യത. So basically it can affect all layers of the atmosphere along with the hydrosphere. So conclusion ഇങ്ങനെയാണ്. The AMOC functions as a vital component of Earth's climate system by redistributing heat across the globe. The disruption can reshape atmospheric circulation, rainfall belts and temperature patterns worldwide. So ഇതാണ് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ 5 points and 4 pointsന്റെ ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 5 points for the first part and 4 points for the second part. So ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ടെക്നിക്കലി എന്താണ് അമോക്ക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ്പ്ലനേഷൻ വിൽ ബി ഈസി. മാപ്പ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ. So that's it.